ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സത്യങ്ങൾ അറിഞ്ഞിട്ട് വീട്ടിലാകെ വിഷമിച്ചിരിക്കട്ടെ, റൂം അടച്ചിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഷാരി വരുന്നുണ്ട്. മോളെ വാതിൽ തുറക്ക്, എന്താ അകത്ത് വാതിൽ അടച്ചിട്ടിരിക്കണേന്ന് ചോദിക്കുമ്പോഴേക്കും സരി തുറക്കുന്നില്ല കേട്ടോ. അത് കേൾക്കുമ്പോൾ ഷാരിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്താണാവോ മോള് വാതിൽ തുറക്കാത്ത എന്ന് വെച്ചിട്ട് രാഹുലിനെ വിളിക്കാനുണ്ട്. ദേ മോള് വാതിൽ തുറക്കുന്നില്ലെന്ന് പറയുകയാണ്. അങ്ങനെ രാഹുൽ കൂടി വാതിൽ കൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സരി വാതിൽ തുറക്കണം. എന്താ നിങ്ങൾക്ക് വേണ്ടത്? അല്ല മോളെ എത്ര നേരം ഞങ്ങൾ വിളിക്കണം, മോളെന്താ വാതിൽ തുറക്കാതെ നിൽക്കുമ്പോൾ എന്താ ഞാൻ ചത്തുപോയെന്ന് വിചാരിച്ചോ നിങ്ങൾ? അങ്ങനെയൊന്നും ഞാൻ ചാവത്തില്ല. എൻ്റെ കുഞ്ഞിനെ നോക്കിയിട്ട് ഞാൻ ഇവിടെ റൂമിൽ ഇരുന്നോളാം, എങ്ങനെയെങ്കിലും അമേരിക്കയിൽ നിന്ന് പോയാൽ മതി, അതുവരെ എങ്ങനെയും കൂടെ തള്ളി നീക്കി ദിവസങ്ങൾ തള്ളി നീക്കണം, അത്രേ ഉള്ളൂ. എന്നാലും 2 മാസത്തിലെ അമേരിക്കൊക്കെ പോവാന്നാ മനുവേട്ടൻ പറഞ്ഞത് എന്നൊക്കെ പറയാണ്. അവളുടെ ഒരു മനുവേട്ടൻ എന്ന് രാഹുൽ പറയുമ്പോഴേക്കും എന്താണ് മനുവേട്ടൻ ഇത്ര പുച്ഛം? എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങളെക്കാളും 100 ഇരട്ടി നല്ലതാ എൻ്റെ മനുവേട്ടൻ. നിങ്ങൾ മനുവേട്ടൻ്റെ പേര് വിളിക്കാൻ പോലുള്ള അർഹത നിങ്ങളുടെ നാവിനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സരിയു വാതിലടക്കാണ്. വാതിലൊരു പിന്നെയും പൊട്ടിക്കരിയണം. പക്ഷെ ആർക്കൊരു സംശയം തോന്നുന്നുണ്ട്, സരിയു ഇന്നലത്തെ പോലത്തെ ഒരു സ്വഭാവമല്ല എന്ന് കാണിക്കുന്നത്. ഇന്നലെ തന്നെ മുടിയൊക്കെ ഒതുക്കി തന്നു, തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മകളായിരുന്നെങ്കിൽ ഇന്ന് നേരെ തിരിച്ചാണ്. ഇതിനൊക്കെ കാരണം എന്താണ് എന്ന് സാരി ആലോചിക്കട്ടോ. സരിയു ആണെങ്കിൽ അകത്തിരുന്ന് ഭയങ്കര പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്റെ കുഞ്ഞിനെ കൈ വെച്ചിട്ട് പൊട്ടിക്കരയുന്നുണ്ട് സരിയു. എന്തൊക്കെ വന്നാലും തൻ്റെ അമ്മയായ താരനെ താൻ സ്വീകരിക്കില്ല. എങ്ങനെയൊക്കെ വന്നാലും അവളെ ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയായിട്ട് സ്വീകരിക്കില്ല. എൻ്റെ അമ്മ എൻ്റെ വളർത്തമ്മയാണെങ്കിലും എൻ്റെ അമ്മ ഷാരി തന്നെയാണ് എന്നൊക്കെയാണ് സരിയു മനസ്സിൽ വിചാരിക്കുന്നത്. അതിനുശേഷം മനോഹർ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് വേറെ പുതിയ പെണ്ണൊക്കെ കണ്ടുപിടിച്ച് ആ പെണ്ണെ കൂടെ കറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. അതിനുശേഷം മോളു എന്ന് പറഞ്ഞിട്ട് വാതിലിൽ മുട്ടുമ്പോഴേക്കും സരിയു വാതിൽ തുറക്കാണ്. എന്താ മോളുടെ മുഖമൊക്കെ ആകെ മാറിയിരിക്കുന്നല്ലോ, എന്താ ഇവിടുത്തെ പ്രാന്തന്മാര് എന്തിലും മോളു എൻ്റെ മോളെടുത്ത് പറഞ്ഞു എന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് സരിയു പറയണ്ടോ മനുവേട്ടാന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ്. എന്താ മോളു എന്താ സംഭവിച്ചതെന്ന് വിചാരിച്ചിട്ട് മനു ആണെങ്കിൽ ആകെ ടെൻഷനാവാട്ടെ. ഇനി തന്നെക്കുറിച്ചുള്ള എന്തെങ്കിലും സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ സരിയു ഇങ്ങനെ കരയണേന്ന് അറിയില്ലല്ലോ. എന്ത് പറ്റി മോളു, എന്താ കാര്യം, എന്താ സംഭവിച്ചത് എന്നോട് പറയുമെന്ന് പറയുമ്പോൾ എനിക്കത് ആരോടും പറയാൻ പറ്റില്ല മനുവേട്ട, ആ ഒരു അവസ്ഥയിൽ ഞാൻ എന്താ കാര്യം എന്ന് പറയാന്ന് പറയാണ്. മനുവേട്ട അതെന്ന് പറയുമ്പോഴേക്കും എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴേക്കും സരിയു പറയണ്ട, അത് ഞാനൊരു സത്യം അറിഞ്ഞു മനുവേട്ട എന്ന് പറയാണ്. സത്യമോ, എന്ത് സത്യം എന്ന് മനു ചോദിക്കണ്ടേ. ഈശ്വര കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയോ, ഇവിടെ സത്യങ്ങളെ കാരണോ, എങ്കിൽ തീർന്നു, ഇന്നത്തോടെ ഇവിടുത്തെ വാസം തീർന്നു, ഓടിപ്പോണതാ നല്ലത് എന്നൊക്കെ മനോഹർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കേട്ടോ. എന്താ മോളെ എന്താ നീ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അത് എനിക്കിത് മനുവേട്ടനെ പറയാൻ തന്നെ വലത്ത് നാണക്കേട് പോലെ തോന്നണം. മനുവേട്ടനെ പറഞ്ഞ മനുവേട്ടൻ എന്നെ വെറുത്താലോ എന്നൊക്കെ എന്നെ വെറുത്താലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. മോള് എന്താണെങ്കിലും പറഞ്ഞോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സരിയു പറയണ്ട, അത് മനുവേട്ട ഞാൻ എന്ന് പറയുമ്പോഴേക്കും എന്താന്ന് ചോദിക്കുമ്പോഴേക്കും അത് ഞാൻ എങ്ങനെയാ മനുവേട്ടനത് പറയാ, മോള് എന്താണെങ്കിലും പറഞ്ഞോ. അത് ഇവിടെ കയറി വരാറില്ലേ ഒരു ഇവള് താര എന്ന് പറഞ്ഞത്, മനസ്സിലായി, താര ആ സംസാരിക്കാൻ കഴിയാത്ത ആ സ്ത്രീ അല്ലേ, അതെ അവർക്കിപ്പോൾ എന്താന്ന് ചോദിക്കുമ്പോഴേക്കും അവർക്കെന്തൊരു അപകടം പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അല്ല മനുവേട്ട, പിന്നെ എന്താ, ഞാൻ ഇവിടെ കിരണും കല്യാണിയും മിക്ക ആൾക്കാരും പറയാറുണ്ടല്ലോ അവര് ചന്ദ്രസേനും തമ്മിലുള്ള ബന്ധമെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ ഈയിടെയായിട്ട് പറയണ്ടല്ലോ അവരും ചന്ദ്രസേനും അല്ല എൻ്റെ അച്ഛൻ രാഹുലായിട്ടുള്ള ബന്ധമാണെന്ന് പറയാറുണ്ട്. അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചായിരുന്നു മനുവേട്ട. പിന്നെ അവരെന്നെ ഇടയ്ക്ക് ഇവിടെ കാണാൻ വരാറുണ്ടല്ലോ, ഞാൻ അവരുടെ മോളാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നാളുകളായിട്ട് ഇവിടെ കാണാൻ വരാറുള്ളതാണല്ലോ. അതിനിപ്പോൾ എന്താ മോള് കാര്യം പറ, ഇത് കുറെ നേരം ആയല്ലോ എന്ന് പറയുമ്പോൾ അത് ആ സംശയം തീർക്കാൻ വേണ്ടി ഞാൻ അമ്മയുടെയും അച്ഛൻ്റെയും എൻ്റെ മുടിനാരിഴ കൊണ്ടിട്ട് എൻ്റെ കൂട്ടുകാർക്ക് കൊടുത്തു DNA ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മോള് എന്ത് അബദ്ധമാണ് കാണിച്ചത് എന്നിട്ടും ചോദിക്കുമ്പോഴേക്കും അത് സത്യം അറിഞ്ഞു മനുവേട്ട. ചന്ദ്രസേൻ എന്ന് പറഞ്ഞ ആൾക്കല്ല താരയായിട്ട് ബന്ധമുള്ളത്, എൻ്റെ അച്ഛൻ രാഹുൽ എന്ന് പറഞ്ഞ ആൾക്കാ. അയാൾ താരൻ്റെ മകളാ മനുവേട്ടനാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. ആ സമയത്ത് നമ്മുടെ മനു സരിയുവിനെ ചേർത്ത് വെക്കാണ്. എന്താ മനുവേട്ടൻ ഇത് കേട്ടോ ഒന്നും തോന്നുന്നില്ലേ? മോളെ സരിയു, ഈ സത്യം ഞാൻ നേരത്തെ അറിഞ്ഞതാണ്. മനുവേട്ടൻ ഇത് എങ്ങനെ അറിഞ്ഞു? മോളുടെ അച്ഛനെയും അമ്മയെയും മോൾക്ക് ഭയങ്കര വിശ്വാസമായിരിക്കും. ആരെന്തൊക്കെ പറഞ്ഞാലും മോളുടെ അച്ഛനെയും അമ്മേനെയും വിശ്വസിക്കും അല്ലേ. ചെറുപ്പം മുതൽ അമ്മയെന്ന് വിളിച്ചത് മോളുടെ അമ്മയായിട്ടുള്ള ശാലിനിയാണ്, അച്ഛൻ എന്ന് വിളിച്ചത് രാഹുലിനെയാണ്. അത് വേറെ ആളെന്ന് പറയുമ്പോഴേക്കും ആരും വിശ്വസിക്കില്ല. പക്ഷേ പുറത്തുനിന്ന് ഒരാൾക്ക് കേൾക്കുമ്പോൾ അതിനെന്തോ സത്യം ഉണ്ടെന്ന് മനസ്സിലാവും. ഈ താരെന്ന് പറഞ്ഞ സ്ത്രീ ഇവിടെ വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ മോളുടെ അച്ഛൻ്റെ മുഖഭാവങ്ങൾ ശ്രദ്ധിച്ചതാണ്. അയാൾ എന്തൊക്കെയോ മറക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. മാത്രമല്ല കിരണിന്റെ അച്ഛൻ ചന്ദ്രസേനൻ, അയാൾ എത്ര വർഷം അയാൾ കിരണിന്റെ അമ്മയായിട്ട് പിരിഞ്ഞിരുന്ന 10-25 വർഷത്തോളം പിരിഞ്ഞിരുന്നു. അതിനുശേഷം അതിനിടക്കാൾക്ക് വേറെ കല്യാണം കഴിക്കായിരുന്നു. അയാൾ അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പോഴും അയാളെ ഭാര്യ തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ സത്യങ്ങൾ അറിഞ്ഞ് തിരിച്ചു വേണ്ടി കാത്തിരുന്നു. അപ്പൊ ആരുടെ ഭാഗത്തെ സത്യമോ ആരുടെ ഭാഗത്ത് തെറ്റുള്ള നമുക്ക് ആലോചിച്ചൂടെ മോളത്തിന് ഇതൊക്കെ പറയാൻ കാരണം മോള് എന്നോട് ദേഷ്യപ്പെട്ടു വെച്ചിട്ടാണ്. അപ്പൊ തന്നെ എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായതാ. ചന്ദ്രസേനല്ല, മോളുടെ അച്ഛനാണ് അവരായിട്ട് ബന്ധം ഉണ്ടായിരുന്നത്. പക്ഷെ മോളുടെ മകളാണെന്നുള്ള സത്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എന്ന് പറയാണ്. മനുവേട്ട എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടോ എന്നൊക്കെ സരിയു ചോദിക്കുമ്പോൾ എനിക്കൊരു വെറുപ്പില്ല, എനിക്ക് എൻ്റെ മോളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ, എപ്പോഴും സ്നേഹം കൂടി വരുന്നേ ഉള്ളൂ എന്നൊക്കെ പറയാണ്.
അങ്ങനെ മനോഹർ സരുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച കണ്ട പ്രൊമോയിൽ കണ്ടത്. പിന്നീട് നമ്മുടെ താര വീണ്ടും സരയുവിനെ കാണാനും കുഞ്ഞിനെ കാണാനൊക്കെ വീണ്ടും രാഹുലിന്റെ വീട്ടിലേക്ക് വരും കേട്ടോ. അപ്പോഴേക്കും ഷാരി പറഞ്ഞു, നീ എന്തിനാ ഇവിടെ പിന്നെ വന്നത്? ഞാൻ പറഞ്ഞല്ലേ കുഞ്ഞിനെ കാണാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവസരം ഉണ്ടാക്കി തരാന്ന്. അപ്പോഴേക്കും താര പൊട്ടിത്തെറിക്കാണ്, കുഞ്ഞിനെ നിങ്ങൾ കളയാൻ നോക്കിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യോ താര ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഷാരി പറയുമ്പോഴേക്കും താര ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കാട്ടെ. നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കളയാൻ നോക്കി, അതായത് ആംഗ്യ ഭാഷ ഇങ്ങനെ പറയണേ, എൻ്റെ കൊച്ചുമകളെ നിങ്ങൾ കളയാൻ നോക്കി, നിങ്ങൾ ഭിക്ഷാടകനെ കൊടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ സരു മുകളിൽ നിന്നിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ സരുവിന് ആകെ ഒരു കുറ്റബോധം തോന്നുന്നു. കാരണം തന്റെ യഥാർത്ഥ അമ്മ അത് താര തന്റെ കൊച്ചുമകൾക്ക് ഒരു അപകടം പറ്റിയെന്ന് പറഞ്ഞപ്പോഴേക്കും പൊട്ടിത്തെറിക്കണ കണ്ടപ്പോഴേക്കും സരുവിന്റെ മുഖം മനസ്സിൽ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുന്നുണ്ടെങ്കിലും സരു അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതിനുശേഷം താര പറഞ്ഞിട്ട്, ഇനി എങ്ങാനും എൻ്റെ കൊച്ചുമകളുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ കാലാത് കാണിച്ചു തരുന്നൊക്കെ താര ഇങ്ങനെ വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് പോകുവാണ്. ശേഷം സരു മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തൊക്കെ പറയുന്നത് തൻ്റെ സ്വന്തം അമ്മ എന്ന് പറയുന്നത് അവർ തന്നെയാണ്. ആ ഒരു സ്നേഹം അവർക്ക് എപ്പോഴും എന്നോടുണ്ട്. എൻ്റെ വളർത്തമ്മ ആയതുകൊണ്ടിട്ടാണ് ഈ ഷാരി എന്ന് പറഞ്ഞ സ്ത്രീ എൻ്റെ കുഞ്ഞിനെ ആ ഭിക്ഷക്കാരനെ കൊടുത്തത്. എൻ്റെ സ്വന്തം അമ്മയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. പ്രസവിച്ച കുഞ്ഞിനെ കൈ കിട്ടുന്ന അമ്മമാർക്കല്ലേ സ്നേഹം ഉണ്ടാവുള്ളൂ. ഇവർ പ്രസവിച്ചെന്ന് പറഞ്ഞ കുഞ്ഞ് മരിച്ചോയില്ല, പിന്നെ അവർക്ക് എങ്ങനെയാണ് എന്നോട് സ്നേഹം ഉണ്ടാവണത് എന്നൊക്കെ സരു മനസ്സിൽ ചെയ്യണം. അങ്ങനെ സരു പതുക്കെ പതുക്കെ ഷാരിനെ വെറുത്ത് തുടങ്ങാട്ടെ. പതുക്കെ പതുക്കെ താരേനെ മനസ്സിൽ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സരു വിചാരിക്കുകയാണ്, ആ സ്ത്രീനെ കാണാൻ എന്താ ഒരു കുഴപ്പം? പണമില്ലാത്തത് മാത്രമല്ല കുഴപ്പമുള്ളൂ, കാണാൻ നല്ല മിടുക്കിയാണ്, സുന്ദരിയാണ്, നാലാൾക്കാരുടെ മുമ്പിൽ അമ്മയാണെന്ന് പറയാൻ ഒരു കുഴപ്പമില്ല, സംസാരശേഷി ഇല്ലാത്തത് മാത്രമേ ഒരു കുറവായിട്ടുള്ളൂ. എന്തായാലും ഇനിയിപ്പോ ഷാരിയല്ല തന്റെ അമ്മയെന്ന് പറഞ്ഞത് അറിഞ്ഞ സ്ഥിതിക്ക് മനുവേട്ടനും അംഗീകരിച്ചു താരയാണ് അമ്മയാന്ന്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് അവരും അച്ഛനും ഒന്നിച്ചൂടാ? എന്റെ യഥാർത്ഥ അമ്മയല്ലേ, എന്റെ കുഞ്ഞ് നന്നായിട്ട് നോക്കുകയും ചെയ്യും. അതുകൊണ്ട് അവരിനിയിപ്പോ പിണക്കണം നല്ലതല്ല. എന്റെ യഥാർത്ഥ അമ്മയായതുകൊണ്ട് എന്റെ കുഞ്ഞിനെ പൊന്നു പോലെ നോക്കും. ഷാരിനേക്കാളും നല്ലത് അവരെന്നെയാണെന്ന് തോന്നുന്നത് എന്ന് പറയട്ടെ. നമ്മുടെ രാഹുലിനെയും താരനെ ഒന്നിപ്പിക്കാൻ വേണ്ടി സരു ശ്രമിക്കും കേട്ടോ. അത് എന്തായാലും ശ്രമിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം താര ലൊക്കേഷനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സരുവിന്റെ സ്വഭാവം ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട്. അതായത് ദുഷ്ടത്തരമല്ല, താരയിലുള്ള ആറ്റിറ്റ്യൂഡ് ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട്. തന്റെ അമ്മയാണെന്ന് അറിഞ്ഞപ്പോ തൊട്ട് അംഗീകരിക്കില്ല എന്നൊക്കെ സരു പറയുന്നുണ്ടെങ്കിലും താരയുടെ സ്നേഹത്തിന് മുമ്പിൽ പതുക്കെ പതുക്കെ സരു വീണ് പോകുകയാണ്. അങ്ങനെ എല്ലാവരും ഒന്നാകുന്ന ഭാഗങ്ങളൊക്കെ തന്നെ നമ്മൾ കാണാൻ പോണത്. അവിടെ ഒറ്റപ്പെട്ടു പോണത് ഷാരി മാത്രമായിരിക്കും. താൻ ഇത്ര നാൾ സ്നേഹിച്ച് പാല് കൊടുത്ത് വളർത്തി വലുതാക്കിയ തൻ്റെ മകള് തന്നെ പുറംകാലം കൊണ്ട് ചവിട്ടിക്കളയുമ്പോഴേക്കും ഷാരി വീണ്ടും ദുഷ്ടത്തരങ്ങളൊക്കെ ചെയ്തു കൂടിനെ പശ്ചാത്താപമായിട്ട് ഷാരി പഴയ ആ ഒരു ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം. മുമ്പ് എന്തോ ഭയങ്കര ഒരൊട്ടും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നാണ് രൂപ ഷാരീന രാഹുലിനെ കൊണ്ട് കെട്ടിച്ചെന്ന് പറഞ്ഞില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് ഷാരി പോകാൻ കേട്ടോ. എന്തായാലും ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തല്ലേ, അതിന് ഫലമാണ് ഷാരി ഇനി അനുഭവിക്കാൻ പോണത്. എന്തായാലും കാത്തിരുന്ന് കാണാം. നല്ല അടിപൊളി ഭാഗങ്ങളൊക്കെ കേട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.